ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ അമ്മ ആശയുടെ സുഹൃത്തായ രതീഷ് കുഞ്ഞിനെ വീട്ടിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആശുപത്രി വിട്ട ആശ കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി രതീഷിന് കൈമാറുകയായിരുന്നു. അനാഥാലയത്തിൽ നൽകുമെന്ന് രതീഷ് പറഞ്ഞതായി ആശ മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിഷയുണ്ട്. നിഷ, ഈ ആശയുടെ മൊഴി പുറത്തായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കാരണം ഏത് തരത്തിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തത വന്നിട്ടില്ല. ആശയും രതീഷും നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. എന്തായാലും ആശയുടെ മൊഴി അനുസരിച്ച് കുഞ്ഞിനെ രതീഷിന് കൈമാറി ബിഗ് ഷോപ്പറിലാണ് കൈമാറിയത് എന്ന് ആശ പറയുന്നുണ്ട്. പക്ഷേ പോലീസിന് ഇപ്പോഴുമുള്ള സംശയം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയാണോ കൊടുത്തത്, ബിഗ് ഷോപ്പറിൽ ജീവനുള്ള കുഞ്ഞിനെ ബിഗ് ഷോപ്പറിൽ എങ്ങനെ നൽകി എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പോലീസിന് മുന്നിൽ സംശയമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും രതീഷാണ് കുഞ്ഞിനെ കൊന്നത് എന്നാണ് ആശ മൊഴി നൽകിയിരിക്കുന്നത്. രതീഷിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തുവിട്ടത് അനാഥാലയത്തിലാക്കാനാണ് എന്നും ആശ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവനുള്ള കുഞ്ഞിനെ എങ്ങനെ ബിഗ് ഷോപ്പറിൽ കൊടുത്തുവിട്ടു എന്നതും സംശയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആശ ആശുപത്രിയിൽ നിന്നും പ്രസവശേഷം ഡിസ്ചാർജ് ആയത് 31-നാണ്. 31-ന് തന്നെ കുഞ്ഞിനെ കൈമാറി. ആ സമയത്ത് അന്ന് ആശ പറയുന്നതനുസരിച്ച് കുഞ്ഞിനെ രതീഷ് വീട്ടിലേക്ക് കൊണ്ടുപോയി. രതീഷാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെങ്കിൽ ഇത് വീട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കണം. അതിനുശേഷം ഇന്നലെ പോലീസ് വീട്ടിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. കുഞ്ഞിനെ പൊതിഞ്ഞു കൊണ്ടുവന്ന ഒരു തുണി രതീഷ് കുറ്റിക്കാട്ടിലേക്ക് ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ആ തുണിക്കായി പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇരുട്ടായതിനാൽ അവിടെ നിന്നൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കുഞ്ഞിനെ ഈ 31 തന്നെ കൊലപ്പെടുത്തി വീടിന് സമീപം കുഴിച്ചിട്ടു. ഇന്നലെ ആശയുടെ കുഞ്ഞിനെ കാണാനില്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ ഈ പോലീസ് അന്വേഷണമൊക്കെ വ്യാപകമാക്കിയ സമയത്ത് ഇയാൾ കുഴിയിൽ നിന്നും കുട്ടിയെ എടുത്ത് ഇയാളുടെ വീടിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച് കത്തിച്ചു കളയാനാണ് രതീഷ് പദ്ധതിയിട്ടതെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ ഈ രണ്ടുപേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇവരെ ഒന്നു ചേർത്ത് ചോദ്യം ചെയ്യാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ 12 മണിയോടുകൂടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തും. DNA പരിശോധന ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കുഞ്ഞിന്റെ മറ്റേതെങ്കിലും രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് രതീഷ് പോലീസിന് നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.